പക്ഷേ രാവിലെ കളിച്ചപ്പോൾ തോറ്റുപോയല്ലേ. വൈകിട്ട് നീ എൻ്റെ ടീമിൽ കളിച്ചാൽ മതിട്ടാ, പൊട്ടിച്ച് കൈ കൊടുക്കാനുള്ളതാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്നുമില്ല. രാവിലെ ഇവര് പ്രേമയുദ്ധവരായിട്ട് സെറ്റായില്ലേ? ആർക്കറിയാം. എടാ റീഫു, ഇതാരാടാ നമ്മുടെ ഗ്രൗണ്ടിൽ പുതിയൊരാള്? ശരിയാണല്ലോ. ഹായ്, നീ എവിടെ ഉള്ളതാ? ഞങ്ങളവിടെ മുകളിലുള്ള ഒരു പുതിയ വീടില്ലേ, അവിടുത്തെ ഒരു താമസക്കാരാ. വൈകിട്ട് ഇവിടെ കളിക്കാറൊന്നുമില്ലേ ഗ്രൗണ്ടിൽ? കളിക്കാറുണ്ട്. നീ മിണ്ടായിരി, നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുള്ളൂ. ഇന്ന് വൈകുന്നേരം കളി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയും? നമ്മളെപ്പോഴും ഇവിടെ കളിക്കണ്ടല്ലോ. നീ ഒന്നും മിണ്ടായിരുന്നേ. ഇപ്പം തന്നെ ടീമിൽ ആൾക്കാർ കൂടുതലാണ്. ഗ്രൗണ്ടിൽ കാലുത്താനും പോലും സ്ഥലമില്ല. പുറത്തുള്ള പിള്ളേരൊക്കെ എങ്ങനത്തെ സ്വഭാവക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എടാ, അവനെ കണ്ടിട്ട് ഒരു പാവമെന്ന് തോന്നുന്നു. നീ മിണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ രണ്ടുപേരും എന്താ പറയണേ? എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് ആദില്, ഞാൻ റൈഫു. വൈകിട്ട് കളി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാട്ടാ. നീ വൈകുന്നേരം അവനെ കളിക്കാമെന്ന് വിളിക്കണ്ടാട്ടാ. എന്തിനാടാ? എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കാണും. എനിക്കിഷ്ടായിട്ടല്ലേ. നാളെ ഫുൾ ലീവാണല്ലേ റീഫു? നാളെ ഫുൾ ലീവാണ്. എന്താ പരിപാടി? എൻ്റെ അടുത്ത് 40 രൂപ ഇരിപ്പുണ്ട്. നമുക്ക് നാളെ രാവിലെ സൈക്കിൾ എടുത്ത് പഞ്ചായത്തിൻ്റെ അവിടെ പോയി സോഡാ സർബത്ത് കുടിക്കാം. അങ്ങനെ ചെയ്യാന്നാ. അവൻ വരണ്ടല്ലേ റീഫു? നീ ആ പുളിമിഠായി എടുത്ത് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ടി വരും. നമ്മളെന്തിനു മാറ്റി വെക്കണ? നമ്മുടെ പുളിമിഠായി ഉണ്ടല്ലോ, നമുക്ക് അവനോട് കൊടുക്കാം. ഞാൻ പറയണല്ലോ കേട്ടാൽ മതി. നീ ആ പുളിമിഠായി എടുത്ത് മാറ്റി വെച്ചേ. എന്തിനാടാ? ഇന്നത്തെ ഗ്രൗണ്ടിൽ ആരും കളിക്കാൻ വന്നില്ലേ? ഞാൻ പോയിട്ടുണ്ടേ, അവിടെ ആരും കണ്ടില്ല. ഞങ്ങളിന്ന് കളിക്കാൻ പോയില്ലടാ. ഞങ്ങൾക്ക് ഇന്ന് ഇതിൽ പരിപാടി ഉണ്ട്. എന്താ പരിപാടി? അത് ഞങ്ങളെ ഒരു സ്ഥലം വരെ പോയാണ്. എന്നാ ഞാനും വരട്ടെ? നീ വരണ്ടടാ, 2 പേരുടെ പരിപാടിയാണ്. ഓക്കെ. അതെ, പുളിമിഠായാണ് അതില്. റീഫു, അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്തായി, എനിക്കിപ്പോൾ തൃപ്തിയായില്ലേ? ഒരു പുളിമിഠായി തിന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സൊന്നും മാറാൻ പോകില്ല. പിന്നെ ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. നിന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെയാണെങ്കിൽ നീ ഒരു കാലത്ത് നന്നാൻ പോകണില്ല കേട്ടോ.